എല്ലാവർക്കും മുബിക്കാക്കത പള്ളി പോവാൻ നിൽക്കാണ് രാവിലെ എഴുന്നേറ്റ്. എന്റെ ടീഷർട്ട് ഇതാണ് കേട്ടോ. ഇത് ലിച്ചു ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെന്ന് ഒറിജിനൽ ആണെന്ന്. അപ്പോൾ ഞങ്ങളല്ല മുബിക്കാക്ക പള്ളിയിൽ പോവാണ്. എന്നിട്ട് മുബിക്കാക്ക തിരിച്ചു വരുന്നെങ്കിൽ നമ്മള് ചായ കുടിക്കും. ഉറക്കത്തിലാണ്, ഇന്നലെ ലേറ്റ് ആയിട്ട് ഉറങ്ങി. എന്തായാലും ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വരാം. അപ്പൊ ഇന്നലെ വന്നില്ലല്ലോ. ഇന്നലെ ലേറ്റായി ഉറങ്ങി. അതുകൊണ്ട് മാള് മുബിക്കാക്ക വരുന്നവരെ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. പള്ളിയിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് മാളൂസിനെ വിളിച്ച് ലിച്ചുനെയും വിളിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. പക്ഷെ അതിന്റെ മുന്നേ ഞാൻ എല്ലാം ആക്കി വെക്കും, ഉച്ചക്കേക്കുള്ളതും കൂടെ. കാരണം എനിക്ക് എന്നിട്ട് ഒരുങ്ങാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം, എന്നാലാണ് എനിക്ക് പോയി ഒരുങ്ങാനൊക്കെയുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പം ഇന്നലെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് ഇട്ടിട്ട് ബിരിയാണി ഒന്ന് സെറ്റാക്കാനുണ്ട്. പിന്നെ ബീഫ് കുറച്ച് വരട്ടാനുണ്ട്. പിന്നെ രാവിലത്തേക്കുള്ള ബീഫൊക്കെ ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ട്. ഇനി രാവിലെ സ്നാക്സിന് ദോശമാവുണ്ട്. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ഉണ്ടാക്കി കുഞ്ഞിപ്പത്തിരി ഉണ്ട് ബാക്കി. ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കണം കരുതി. കാരണം ബീഫുള്ള കാരണം പഴംപൊരിയും ബീഫും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം എന്ന് കരുതി. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് പായസം വെക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുങ്ങാൻ പോവാം. ഓക്കെ ഗൈസ്, ഞാൻ പള്ളിയിൽ പോയി വന്നു. എന്താ ഇവിടെ പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വരുന്നതിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തരാം. ഞാന് പായസവും ബിരിയാണിയും കൂടെ ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ എനിക്ക് എല്ലാ പണിയും കഴിയല്ലോ. ഫ്രീ ആയി ബിരിയാണി ആക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ തവണയും നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പൊ എനിക്ക് വാങ്ങിക്കാൻ ഒരു തീരെ താല്പര്യമില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പായസം ഇവിടെ ആവുന്നുണ്ട്. പിന്നെ അതിനിടയിൽ പാലൊക്കെ തിളച്ചു പോയായിരുന്നു. ഇനി നമുക്ക് അപ്പം ചുടാം. അപ്പവും ബീഫും. പിന്നെ ബിരിയാണി ആയി, പായസം. പിന്നെ ഉച്ചക്ക് ഇച്ചിരി ബീഫ് വരട്ടാനുണ്ട്. അത് ജസ്റ്റ് ചട്ടിയിൽ ഇടാനുള്ള പണിയുള്ളൂ. പള്ളിയിൽ പോയപ്പോ പായസവും ചായയും രാവിലെ തന്നെ പായസം കുടിച്ചോ? ഞാൻ കുറച്ച് നല്ല മധുരം. ചട്ടി ചൂടാവട്ടെ മോളെ. പിന്നെ അപ്പൊ പായസം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ചൂടാകുമ്പോൾ ഒന്നുകൂടെ കുറവും. ഓവർ ഇങ്ങനെ കട്ടിയിൽ ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ ഓഫാക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഒന്ന് മറച്ചിടാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ബീഫ് കറി ഇന്നലത്തെ കുഞ്ഞിപ്പത്തിരി കുറച്ച് ബാക്കിയുള്ളത് സൈഡ് ഡിഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. മാളു സാധാരണ മെയിൻ ഡിഷ് ആയിട്ട് വെച്ചിട്ടുള്ളത്. മാളു അങ്ങനെ പീസ് ദോശ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നല്ല ബീഫ് അതൊക്കെ പൊളിഞ്ഞോട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ മുക്കുക. എന്നിട്ട് ഇതാ അച്ഛക്ക് മാളൂന് തന്നെ കൂട്ടി വരും. നീ ഈദ് മുബാറക്ക് പറഞ്ഞോ? അതിന് ബീഫ് ഇഷ്ടാവും. പൊളിച്ചു നോക്കി ബീഫ് എടുത്തിട്ട്. അപ്പം കൂട്ടി കഴിക്കും. മാളൂസിന് കുഞ്ഞപ്പം. അപ്പം ഉച്ചക്ക് ബിരിയാണി ഉണ്ട്. ഹായ് പറ പശി. ഇങ്ങനെ ഇങ്ങനെ പറ. ഇങ്ങനെ ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് ഓരോരുത്തർ വീഡിയോ കോൾ പല്ല് കാണാന് മൈലാഞ്ചി കാണിച്ചു കൊടുത്ത ഗൈസിന്. ചോത്തിട്ട് കാണിച്ചു കൊടുത്തില്ലല്ലോ. അടിപൊളി. എന്നാ മീമിക്ക് കൊടുത്ത ഫുഡ്. മീമിക്ക് ബിരിയാണി കൊടുക്കുന്നത് പെരുന്നാളൊക്കെ അല്ലേ? രാവിലെ തന്നെ ഇടങ്ങാറാക്കാണ്. പെരുന്നാളായിട്ട് വെറുപ്പിക്കാന്ന് പറഞ്ഞിട്ട് മറ്റാളും വന്ന് എഴുതാനാണ്. ഇപ്പൊ ഒന്ന് കിടക്കാൻ സമയമില്ല ഗൈസ്. ഇവിടെ എസ്തെറ്റിക് റൂം
രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി വന്നിട്ട് കുറച്ചു നേരം ചായ കുടിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചപ്പോ സമ്മതിക്കുന്നില്ല. പെരുന്നാളിനാണ് കിടക്കാന്ന് ആ പറയുന്നത്. പെരുന്നാളിന് പിന്നെ എന്താ ചെയ്യാ? പെരുന്നാളിന് ഓടിച്ചടിപ്പിക്കും. ആ പിന്നെ ഓടിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ കിടക്കുന്ന ചീത്ത കാര്യമാണോ? പേനയും പേപ്പറൊക്കെ എടുത്ത് എഴുതുക. അതെ, കുറച്ച് ചിത്രമൊക്കെ വരച്ചോ. ഇതെന്താ ഈദ് മുബാറക്കിന് ഞങ്ങൾക്ക് ഗിഫ്റ്റാ. ഗൈസ് അങ്ങനെ ഞങ്ങൾ റെഡി ആവാൻ പോവാണ്. ഇന്ന് തന്നെ ഷാനുവാണ് ഒരുക്കണേ. മണവാളിനെ ഒരുക്കാനും പുതിയൊരു ആള് വന്നിട്ടുണ്ട്. മേക്കപ്പ് മാൻ ഷഹാന നാസർ. വയനാട്ടിൽ ഇറക്കുമതി ചെയ്ത. അപ്പൊ എന്തായാലും ഇന്ന് എന്റെ താജ്മഹലാക്കുന്നാണ് അവള് പറയുന്നത്. എന്തൊക്കെ കാട്ടിക്കൂട്ടും നമുക്ക് നോക്കാം. ഷാനു ഭയങ്കര ഡ്രസ്സൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് എത്തും നോക്കിക്കോളൂ. വാങ്ങിയ ഡ്രസ് നല്ല മോനെ. അതാ ചെയ്ത് അവള് ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഞാൻ ആസ് എ ഒരു ട്രെയിനറാണ് ഷാനു. അപ്പൊ അതിനനുസരിച്ച് ചെയ്യില്ല. ഫുൾ ടൈം അല്ല, അതായത് ട്രെയിനർമാർക്ക് എന്താ ഇത് കണ്ടു. ഇതാണ് ഗൈസ് ഇത്. ഒരുക്കി തരണം, പക്ഷെ ഇങ്ങനെ നീ ഇതാക്കല്ലേ. ഇത് ഇത്ര മതി. ഇതാ എല്ലാരും നിങ്ങൾ കാണുന്നില്ല. നല്ല രസമല്ലേ ഗൈസ്? നോക്ക് ഇപ്പൊ വരും ഞാൻ അങ്ങോട്ട്. ഒരു നരക്കങ്ങോട്ട് നരങ്ങി എല്ലാം റെഡിയാവും. നീ വിരിച്ചതൊക്കെ ഒന്നും പറഞ്ഞു മനസ്സിലായി. എല്ലാരും ഇങ്ങനെയൊന്നും ആവില്ല. നിനക്ക് കുറച്ച് കൂടുതലാ. ആ കണ്ടോ കണ്ടോ. അപ്പോൾ ഞങ്ങൾ റെഡി ആവാൻ പോവാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന്റെ പകുതി എനിക്ക് തരുന്നാണ് അവള് പറഞ്ഞത്. അന്ന് പകുതി തന്നത് ഓർമ്മയില്ലേ? എന്റെ മീശ അടക്കം ചെത്തി കളഞ്ഞിട്ട് നമ്മള് ഫേസ് മാസ്ക് ഇട്ടിട്ട് എന്റെ ഇവിടെ വെട്ടിക്കളഞ്ഞ. എന്റെ മീശ പകുതി മീശയാണ് പോയത്. എന്തൊക്കെയോ മോത്തൊക്കെ ഇടുന്നുണ്ട്. വാട്ടർമെലന്റെ ആണ് കേട്ടോ. വാട്ടർമെലൻ മിലാനല്ല, മിലൻ നമ്മളെ വീടിന്റെ അടുത്തുണ്ടായിരുന്നെ. വാട്ടർ മിലാനാട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ? ആ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഒന്ന് അതിൽ നിന്ന് വിളിക്ക്. നമുക്ക് ഉമ്മച്ചീനെ ഇങ്ങനെ പേടിപ്പിക്കാം. ഇതെല്ലാവർക്കും ബിരിയാണി ആണോ നെയ്ച്ചോറാണോ? നിങ്ങളുടെ ഈദ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇതെന്തായാലും അടുത്തൊക്കെ ഞാൻ ഒരുങ്ങാൻ പോവാ. ഒന്നൊന്നര ഒരുക്കം. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ ബിരിയാണി വെച്ചു, പായസം വെച്ചു, ബീഫ് വരട്ടി, പിന്നെ രാവിലെ അപ്പവും ബീഫ്. അതിപ്പോ പറഞ്ഞപ്പോ കണ്ട അന്നും വെച്ച് ഉണ്ടായിരുന്നത്. ഉമ്മച്ചി ഒരു ഹായ് പറ. ഉമ്മച്ചി ഹായ് പറ വ്ളോഗില്. അവിടെ ഫോണുണ്ട്. ഈദ് മുബാറക് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഞാൻ മാസ്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മാളു ഇതാ അവിടെ എന്തൊക്കെയോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഈദ് സ്പെഷ്യൽ. എന്നിട്ട് വേണം മാളൂസിന് മാറ്റി കൊടുക്കാൻ അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ ഇവർക്ക്? ഇത് അബ്ബക്ക്, ഇത് മമ്മക്ക് കൊടുക്കാം. താങ്ക് യു. ഈദ് മുബാറക്. ഈദ് മുബാറക്. വാവ്, എന്താ ഇത് കണ്ടോ ഗൈസ്? നിങ്ങൾ വരച്ചതൊക്കെ ഇത് നമ്മളെ ഗിഫ്റ്റ് ബോക്സിൽ കൊണ്ടുപോയേക്കും. ഇവിടെ അലമ്പയിൽ വെക്കാൻ നിർത്തിച്ചു. ഇതാണ് മാളൂസിന്റെ ഒരു ഉടുപ്പ്. ഇനി വേറെ ഒരു ഉടുപ്പുണ്ട് അല്ലേ? അതൊക്കെ ഉണ്ട്. വരും വരും ഇന്ന് വരും. അപ്പൊ മാളൂസ് ഉടുപ്പിട്ട് സിമ്പിൾ ആണ് മാളൂട്ടി. മറ്റേ അതെ നല്ല ഇടാനും സുഖാണ്. മാളു എല്ലാരും ഒരു ബ്ലൂ ആണ്. അപ്പൊ മാളൂട്ടി ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് വേണ്ടിട്ട്. അബ്ബല്ല മാളൂസ്. ഓക്കെ ഓക്കെ. പഠിപ്പിച്ചു ഞാൻ ചോദിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇന്ന് പാടും നിങ്ങൾക്ക് വേണ്ടിട്ട്. രണ്ടുപേര് 4 പേരോ? എന്നാ ഫുള്ളും ഓക്കെ.
വെട്ടിക്കുട്ടി കത്തിച്ചിട്ട് 5 10 ബാളുമിസ് ബ്രൗൺ കളർ മാപ്പിള ട്രിപ്പ് ലൈഫിലെ തോട്ടുള്ള താത്തുള്ള ജി ആ ലൈഫിലെ ബോയ് താത്തുള്ള ജി ഇതൊരു ഡിസ്കോ അതെ. ഡിസ്കോ പാട്ട്. ഇനി അടുത്ത കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ ഒരു പാട്ടുണ്ട്, പെരുന്നാൾ പാട്ട്. പെരുന്നാൾ പാട്ടൊന്ന് പാടിക്കുമോ? അല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പാടുള്ളൂ. ഇന്ന് എല്ലാരും പാടും. അമ്മ പാടും, ഞാൻ പാടും, നീ പാടും. നീ ഒരു പാട്ട് പാടില്ലേ? ഞാൻ രണ്ടാമത് പാടും. അമ്മേ ഇനിയുണ്ടോ? അപ്പൊ നമുക്ക് ഒരുങ്ങ ഞങ്ങള് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഇവിടെ ഗാനമേളൊക്കെ കഴിഞ്ഞു തോന്നുന്നു അല്ലേ? മാറി നിന്നോ പെപ്പർ സ്പ്രേ ഒന്നുമല്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്കിൻ കെയർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗയ്സ് ഞാനും സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. മളുവിന്റെ കുഞ്ഞി ഫാൻ. എന്റെ ഡ്രസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ടോണർ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ചെറുതായിട്ട്. ഇനി നമുക്ക് സിറം അപ്ലൈ ചെയ്യാം ചെറുതായിട്ട്. ഗയ്സ് പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങേണ്ടതാണ്. നമ്മൾ വേഗം വേഗം ഇടാം. താങ്ക് യു. മമ്മന്റെ കാണിച്ചാൾക്ക് ബട്ടർഫ്ലൈന്റെ എനിക്ക്. നെക്സ്റ്റ് നമുക്ക് Moisturize. ഞാൻ എനിക്ക് എന്റെ സൺ പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്യാം. ഇപ്പൊ തന്നെ മുഖം ഫുള്ള് ഫില്ലായി. ഇനി നമുക്ക് സൺസ്ക്രീൻ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലിപ് ബാം തേക്കാം. പൗഡർ അപ്ലൈ നമുക്ക് ചെയ്യാം. മേക്കപ്പ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പ്രൈമർ ഇടാം. പൗഡർ ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മിററിൽ നോക്കി ചെയ്യട്ടെ കേട്ടോ. ഇതാ ലിപ് ബാം കണ്ട് എൻ്റെ ലിപ്സ് എനിക്ക് ചെറിയ പെരുന്നാളിന് വാങ്ങി തന്നതാണ്. നോമ്പ് എനിക്കുള്ള. എനിക്ക് പിങ്കാണ് ഇഷ്ടപ്പെട്ടത് സ്മെല്ല്. ഇനി നമുക്ക് തിരികെ മേട. അതിന് മമ്മ വരണം. അതിന് മുമ്പ് ഞങ്ങൾക്ക് എന്താ ചെയ്യാം? എൻ്റെ മിറർ എടുത്ത് അപ്പൊ ഇനി ഐ ഷാഡോ ഇടാം. ഞാൻ എൻ്റെ ഐ ഷാഡോ ഉണ്ട്. നമ്മളിതാ ഇവിടെ സ്റ്റിച്ച് കഴിഞ്ഞാൽ വേറെ ഐ ഷാഡോ, പിന്നെ ബ്ലഷ്, ലിപ്സ്റ്റിക്ക്. നമുക്ക് ഐബ്രോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് മസ്കാര ഇട്ട് കൊടുക്കാം. ആളൂസിന് കണ്ണുംപിരിയൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ബ്ലഷ് ബ്ലഷ് ഇട്ടു. എനിക്ക് നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്യാം. വേർക്കണ്ട. നേരത്തെ ഒരു മഴ വന്നിരുന്നില്ല. ഇപ്പൊ പെണ്ണിട്ടു. ഈ ലിപ് ലൈനർ വരച്ചു കൊടുക്കാം. ലിപ്സ്റ്റിക് ഞാൻ പുതിയ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക് ഞാൻ എൻ്റെ ചെറി കളർ. I want to be like you. ഇനി നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? കുറച്ച് ഹെവി ആണെന്നറിയാം. എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇങ്ങനെ ഒരുങ്ങുള്ളൂ. സോ ഞാൻ കുറച്ച് ഹെവി ആക്കിയതാണ്. ഓക്കെ, ഇതാ മുടി വെട്ടിയതാ കണ്ടോ. ചെടി ബേറിനെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള അതൊരു പിങ്ക് റിബണാണ്. പിങ്ക്. അപ്പോൾ എല്ലാവരും പിങ്ക് തീമിലല്ലേ ഒരുങ്ങിയതൊക്കെ. നമുക്ക് ഒരു ബാംഗിളിടാം. ആദ്യം ഞാനൊരു വാച്ച് ഇടാൻ വിചാരിച്ചു. പക്ഷേ ഇത് പിങ്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പിങ്ക് കളറൊരു വള കൈ ചെയിൻ പോലത്തെ ഇടുന്നുണ്ട്. ഇവൻ്റെ പുതിയ ഷൂസാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഗായ്സ്, അപ്പോൾ മൂവിക്കാക്കന്നെ ഒരുക്കണേ ഇനി. അപ്പം ഞാനിത് ഈ ഒരു ബാങ്കിളും പിന്നെ ഇതുമാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ
പിന്നെ ഇയറിംഗ് ഇതാണ് പിന്നെ ഇതാ ഗൈസ് എന്റെ പുതിയ ഷൂ. പുറത്തേക്ക് ആ വെള്ളം കൂടി കാണിച്ചു കൊടുക്കും. മുഖാക്ക് എന്നെ എടുത്തോണ്ടേ കാറിൽ വെച്ചത്. നല്ല ടൈം. മുഖാക്കന്നെ ഒരുക്കി തരാം ഞാൻ. കുറച്ച് നേരം നീ പിന്നെ ഞാൻ. അമ്മ കൊടുക്കും. എന്നാ പിന്നെ മോയ്സ്ചറൈസർ ഇവിടെ തേക്കും, ഞാൻ സ്ക്രബ് ചെയ്യും. അടിയാണ് വരെ. എന്റെ കണ്ണിന്റെ ഉള്ളിൽ തുറക്കും. കണ്ണിന്റെ ഉള്ളിൽ കൃഷ്ണമണിയൊക്കെ തുറക്ക് കുറച്ചു തരോ? അയ്യടാ മോനെ. ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്ത് ഞാൻ തന്നെ ഉറങ്ങി പോവാറുണ്ട്. ഞാൻ തല മെല്ലെ പിടിക്കോ? തല ഭയങ്കര വേദന. നീ ഇങ്ങനെ താഴേക്ക് പോവാണേ, അപ്പൊ ഞാൻ മുക്ക പിടിക്കുന്ന കൺമഷി ഇട്ടിരുന്നു. ആര്? ഇട്ടില്ല. ഇതൊക്കെ വേണോ? ഞാനോ മേലൊക്കെ ഇത് മേക്കപ്പ് അല്ല മൂവി. എന്നിട്ട് ഡാർക്ക് സർക്കിൾ പോയി എനിക്കൊരു കോൺഫിഡൻസ് വരും. അങ്ങനെയൊന്നും ഞാനില്ല. എങ്ങനെ ഉറപ്പ് കിട്ടണ്ടേ ഗൈസ്? എന്നിട്ട് ഞാൻ ഉറങ്ങണേന് കുറ്റം. ഇതാരാ ഉറക്കം കിട്ടായിട്ടാണ് ഡാർക്ക് സർക്കസ്. എന്താ ഡാർക്ക് സർക്കസ്? ഡാർക്ക് സർക്കസ് വരുന്നത്. ആ വേറെയുള്ള ഒരു പ്രൊനൗൺസിയേഷൻ എന്താ പറയാ? നമ്മള് നൂഡിൽസ് എന്ന് അറിയില്ലേ? നൂഡിൽസ് അല്ലാണ്ട് എന്തായിരിക്കും? അഴകാന കൂന്തൽ. പിന്നെ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്നത്? നീ ഫൗണ്ടേഷൻ ഒന്നും ഇടണ്ടാവുന്നില്ല. പെട്ട വ്യത്യാസം കണ്ടോ? ഡാർക്ക് സർക്കിൾസ് എവിടെ? ഏകദേശം പോയി. ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കിട്ട് അനങ്ങാതെ ഇങ്ങോട്ട് അടുത്തേക്ക് വാ, മുഖം കാണിക്കും. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പായസം കുടിക്കാൻ പോവാണേ. പായസം കുടിക്കാൻ എന്തൊക്കെയോ എടുത്തിട്ട് അവള് വരുന്നുണ്ട്. പായസവും ബിരിയാണിയും ഒക്കെ സെറ്റാണ്. ബിരിയാണി ഒന്നും ഇപ്പൊ വേണ്ട, എനിക്ക് പ്രോട്ടീൻ കഴിക്കാനുണ്ട്. പായസമല്ല പ്രോട്ടീൻ. നീ അതും ചെയ്യും, ഇവിടെ അതും ചെയ്യും ഗൈസ്. ഇവിടെ അങ്ങനെയാണ്. ഈദ് മുബാറക്. ഇനിയിപ്പോ വേറെ ഉടുപ്പ് വരും. ഇതിപ്പോ ഞങ്ങളോട് മാച്ചാണ്. ബ്ലൂല അല്ല മാളു? ബ്ലൂ ലേഡി. അങ്ങനെ പായസം കണ്ട് പായസം ഇഷ്ടായോ? എനിക്ക് സേമിയ പായസവും പിന്നെ ഇതേപോലെ തന്നെ ഇത്തിരി കുരുള്ള വേറെ ഒരു മസാലല്ലേ, പരിപ്പോ, അതും ആണ് ഇഷ്ടമുള്ളത്. ഫേവറേറ്റ് രണ്ടെണ്ണം. ലിച്ചുവിനെ നിങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ. ലിച്ചു ഒരുക്കത്തില്ലായിരുന്നു. ഇപ്രാവശ്യം എല്ലാരും ഒരു വെസ്റ്റേൺ വിയർ ആയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മറ്റേ കോട്ടന്റെ മറ്റേ ടോപ്പ്, അപ്പത്തെ ട്രെൻഡ്. യെസ്. അപ്പം ഞാൻ ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ ലിച്ചു പായസമൊക്കെ എടുത്ത് കുടിച്ചു. അതാണ് ഇപ്പോൾ പായസം കുടിക്കാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ ലിച്ചുവിന് പായസം കൊടുക്കാത്തതെന്ന് ചോദിക്കും ലിച്ചുവിൻ്റെ ആരാധകർ. അതെ, ഞാൻ ഒരുങ്ങുമ്പോഴേക്ക് ഇവിടെ വന്ന് ചായയുടെയും പായസം കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിനി പുറത്ത് പോന്നു. ലിച്ചു ഞങ്ങൾ വീഡിയോഗ്രാഫർ, വീഡിയോ എടുത്തരണം. ഗായ്സ്, അപ്പം നമ്മള് ഇപ്പം പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല ലൊക്കേഷൻ തിരഞ്ഞു പോവാണ്. മുഖക്കായി എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നല്ല ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഇപ്പൊ വയനാടാണെങ്കിൽ ഉണ്ടല്ലോ ഒരു സമയവും കിട്ടില്ല. പെരുന്നാളിന്റെ ഒരു ദിവസം നമുക്ക് മതിയാവൂല അല്ലേ? അതെ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് നല്ല ഫോട്ടോസ് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ എന്തായാലും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് ഞങ്ങളെ മാരക റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ലൊക്കേഷൻ കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലിച്ചും ആളും പുറകെ. ലിച്ചു നീലയായല്ലേ? അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. അതെ, ലിച്ചു എന്താ ഫുൾ കൈയൊക്കെ ആക്കി മറ്റേ ടൂർ പോണ മാതിരി എവിടെ തണുപ്പുള്ള അടുത്തേക്ക്. ഈ കൊച്ചിയില് ഫുൾ കൈ ഇട്ട് ഡെനിമിന്റെ ജാക്കറ്റ് ഇട്ടിരിക്കുക. എന്റെ വെള്ള ഷൂസ് ആണ്. എന്റെ വെള്ള ഷൂസ് ഇട്ട് ഞാൻ എടുത്തിട്ട് ഇവിടെ വെക്കുക, ഒക്കത്ത് വെക്കുക, എന്നിട്ട് അവിടെ എത്തിയിട്ട് ഇടുക. എന്നിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അയച്ചു തരിക. ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്.
എന്റെ പെണ്ണുങ്ങൾക്ക് അവിടെ തന്നെ എടുത്താലാണ് ഫോട്ടോ പറ്റുള്ളൂ. കൊച്ചിയിലുണ്ടായിട്ട് ഫോട്ടോ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പോണില്ലെന്ന് പറഞ്ഞാല് വിഷമം മനസ്സിലാക്കി. അത് മഴ കുറച്ചേരം ഇങ്ങനെ നിക്കും, പിന്നെ കുറച്ചേരം പെയ്യും. ആ നിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി വേഗം ഫോട്ടോ എടുക്കുക, അത്രേ ഉള്ളൂ. ആ പൂവിന്റെ അവിടെ നിന്ന് എടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് പോണ വഴിക്ക് നല്ല ലൊക്കേഷൻ കാണാൻ എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ വെച്ചെത്തും. ഓക്കെ, നമ്മളെങ്ങനെ എവിടെ മാളു ഞങ്ങളിവിടെ വന്നിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. മാളു ഇപ്പൊ പാർക്കിൽ പോണം എന്ന് പറഞ്ഞിട്ട് അവളെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോ ലിച്ചനെ കൂട്ടി വിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. കോട്ടിട്ടിട്ട് വന്നിരിക്കും ഫോട്ടോ ഒക്കെ ചെയ്യും. അടിപൊളി ഫോട്ടോസ്. യെസ്, ആരോടാ പറയണേ? മാളു കഴിഞ്ഞോ? ലിച്ചുന്റെ സിംഗിൾ ഫോട്ടോ വേണ്ട, ബാഡി ലുക്കില് ബാഡാവോ? അതെ, അതെ. അപ്പൊ നന്നായിട്ട് വിശക്കും. വേമ്പ നടക്കുന്ന അതാ കൂടളക്കി അങ്ങോട്ട് വരും കേട്ട്. കാക്കേ കൂടെ ഇവിടെ. വാവ്, മഴയ്ക്ക് മണ്ണിനും ഭാരം, മണ്ണിന് കൂടെ ഒരു ഭാരം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പെരുന്നാൾ ചോറ് കഴിക്കാണ്. മാളു ഇരിക്കും. മാളു എന്തായിരുന്നു ഡ്രസ്സൊക്കെ അയച്ചിട്ട് ഞങ്ങൾ സ്വന്തം കോലത്തിലേക്ക്. ബിരിയാണി ആരും പറയില്ല ഗൈസ്. രസം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒന്നും പറയും. ഇനി ഇല്ലെങ്കിൽ പറയായിരിക്കും ചിലപ്പോ. നിങ്ങൾ എന്റെ ടോയ് റൂം ഞാൻ രാത്രി ഒതുക്കി വെച്ചതാണ്, കാണിക്കാൻ മറന്നില്ലേ? കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ മുമ്പേ അതുപോലെ തന്നെയാണ് ഏകദേശം ഒതുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ എൻ്റെ പുതിയ ഫ്രണ്ട്സ് ഇതൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ വീടാണ്. അവിടെ വെക്കാത്തത് വല്ല ജന്തു വന്ന് നക്കിയിട്ട് പോകും, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ സ്പെഷ്യലായിട്ട് പുതിയതായിട്ടൊരു ഐസ്ക്രീം സെല്ലർ വന്നിട്ടുണ്ട്. അതെങ്ങനെയുണ്ട്? പുതിയതായിട്ടുള്ള നല്ല രസമുണ്ട് കേട്ടാ. അപ്പൊ കളിക്കാൻ പോവാണോ? ഇതാണ് ഫാം. ഓക്കെ, അപ്പൊ നമ്മള് ബിരിയാണിന്റെ കൂടെ ബീഫ് വരട്ടെന്നൊക്കെ വിചാരിച്ചു. ഇവിടെ വന്നപ്പോ തന്നെ ലേറ്റ് ആയി, സമയമല്ല. അപ്പൊ വേഗം ബിരിയാണി ചൂടാക്കാൻ കൂടെ ഒഴിവില്ലാതെ എടുത്ത് കഴിച്ചു ഞങ്ങള്. കുഴപ്പമൊന്നുമില്ല, സെറ്റ് ബിരിയാണി. അപ്പൊ അപ്പൊ ഇനിയൊരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. മാളു വിടുവാ. ഇത് കൊടുക്കാൻ മറന്നുപോയി. രാവിലെ ഞങ്ങൾ ഓടി പഠിച്ച് പോയതുകൊണ്ട് എന്താ സന്തോഷമില്ലാത്ത? മിന്റെ തരും. ഓർമ്മയുണ്ട്, നീ നേരത്തെ വിളിച്ചു പറഞ്ഞു. അത് ATM എടുക്കുമ്പോ കൊടുക്കാട്ടോ ഉമ്മി. തരൂട്ടോ. അപ്പൊ നമ്മളെന്തായാലും ഈദ് ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എന്ത് ഇത് നമ്മളെ ഫാമിലി എല്ലാവരും. പക്ഷെ കുഴപ്പമില്ല, നമ്മള് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ എന്താ പറയാ, വയനാട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ കുടുംബക്കാരെയും പോയി അതെ, വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ഡ്യൂട്ടി, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ഇനിയിപ്പോ അടുത്ത പെരുന്നാൾ ഇൻഷാ അല്ലാഹ് ഓണത്തിന് നമുക്ക് നോക്കാം. ഓണത്തിന് നടപടിയാവും തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോവാതെ. അപ്പോ നമുക്ക് വീഡിയോ അതായിരിക്കും നടക്കുള്ളൂ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. നൈറ്റ് വേണ്ട, എനിക്ക് ഉറക്കം. ഞങ്ങള് ബീഫൊക്കെ വരട്ടി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അടിക്കട്ടോ. ആണോ? എന്നാ പിന്നെ അങ്ങനെ അടിക്കും. ഇനിയിപ്പോ ബാക്കി അതും കൂടെ ഉള്ളു, അതും കൂടെ തിന്ന് തീർക്കണം. അപ്പോൾ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എഫിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. ഇത് മുബാറക്.